മിസോറാമിൽ കനത്ത മഴയെ തുടർന്ന് ക്വാറി ഇടിഞ്ഞ് 10 മരണം, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് അസമിൽ റോഡ് ഇടിഞ്ഞു വീണു. അർജുൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്താണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ? അത് ഈ റമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള മഴ ഈ ഐസ്വാൾ മിസോറാമിന്റെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാര്യമായി തന്നെ പെയ്തിറങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 6 മണിക്ക് ദക്ഷിണ ഐസ്വാൾ മേഖലയിലെ മെൽറ്റും എന്ന് പറയുന്ന മേഖലയിൽ ഒരു കല്ലിന്റെ ക്വാറിയായിരുന്നു. ആ ക്വാറി ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഒരുപാട് ആളുകൾ ആ കല്ലിന്റെ എല്ലാം അടിയിൽ കുടുങ്ങിപ്പോയി. ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്ന് രാവിലെ മുതൽ തുടർന്ന് വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 10 പേരുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിരവധി ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അവരെ കണ്ടെത്താൻ വേണ്ടി കൂടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ മഴയെ തുടർന്ന് ഐസ്വാളിന്റെ തന്നെ മേഖലയിൽ പല ഭാഗങ്ങൾ, പല പ്രാദേശിക റോഡുകളടക്കം തകർന്നു പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയപാത 6 ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് മിസോറാമിന്റെ മറ്റ് മേഖലകളിലേക്ക് ഉൾപ്പെടെ ഐസ്വാളുമായിട്ടുള്ള കണക്ഷൻ അത് നിലവിൽ ഇല്ലാത്തൊരവസ്ഥയാണ്, ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഐസ്വാളിലേക്ക്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ഐസ്വാളിലേക്ക് എത്തുന്നതിന്റെ ഒരു വേഗതയും അതെല്ലാം തന്നെ കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തെയും അത് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ദുർഘടമായിട്ടുള്ള അവസ്ഥകളെ തരണം ചെയ്തുകൊണ്ടാണ് ഐസ്വാളിനകത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ആളുകൾ നടത്തുന്നത്, അത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദുരന്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കനത്ത മഴ തുടരുന്നുണ്ട് പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത 24 മണിക്കൂർ കൂടെ ഇതേ രീതിയിൽ തന്നെ മഴ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്.